പ്രതികരണം ആ തരത്തിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളൊരു സങ്കടകരമായ വാർത്ത കൂടി കേട്ടൊരു ദിവസമാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനം തകർന്ന് മരിച്ചു എന്ന വാർത്ത നടുക്കത്തോടെയാണ് ഈ രാജ്യം കേട്ടത്. ബാരാമതിയിൽ അടിയന്തര ലാൻഡിങ്ങിനിടയിലാണ് വിമാനം തകർന്നു വീണത്. വീണ് പൂർണ്ണമായും കത്തിയമരുകയായിരുന്നു. ഇന്ന് രാവിലെ 8:10 മുംബൈയിൽ നിന്നും പുറപ്പെട്ട വിമാനം 8:49 കൂടിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിലിപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടതുള്ള പുതിയ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഈ ദുരന്തത്തിൽ, വിമാന ദുരന്തത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കാലാകാലങ്ങളായി നടുക്കിയ ആകാശ ദുരന്തങ്ങളുടെ ദുഃഖകരമായ ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കൂടിയാണ് ഇന്ന് വന്നു ചേർന്നത്, അല്ലേ? വിമാനം തകർന്നു വീണ ഓരോ സംഭവങ്ങളും ഇന്ത്യക്ക് നഷ്ടപ്പെടുത്തിയത് അധികാരത്തിലിരുന്നവരെയും ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ ആയിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്നത് അഹമ്മദാബാദ് വിമാന അപകടമാണ്. ആ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയും ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ ആകാശ ദുരന്തങ്ങളിലെ ഇന്ത്യയിലെ അവസാനത്തെ കണ്ണിയും. നമ്മൾ നോക്കുന്നു, ഹൈഫൈ പരിശോധിക്കുന്നു, ജീവനെടുത്ത അപകടങ്ങൾ. ആകാശ ദുരന്തങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നമുക്ക് ആദ്യത്തെ നോക്കും. ഇപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു നിർത്തൽ തന്നെ തുടങ്ങാം. വിജയ് രൂപാണിയാണ്. ഈ 2025 ജൂൺ മാസം 12 അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്നത്. ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി. ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ആ വിമാനത്തിൽ 242 പേരുണ്ടായിരുന്നു. ആ അപകടത്തിലാണ് ഇദ്ദേഹം വിജയ് രൂപാണിയുടെയും ജീവൻ നഷ്ടപ്പെട്ടത്. ഇനി അടുത്തയാൾ ബൽവന്ത് റായ് മേത്തയാണ്. ബൽവന്ത് റായ് മേത്ത, അദ്ദേഹം ഗുജറാത്തിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയും അതിനൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒക്കെയായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്നതും ഒരു വിമാന അപകടത്തിലാണ്. പഞ്ചായത്തി രാജിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്ന മേത്ത 1965 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് മേത്ത സഞ്ചരിച്ചിരുന്ന വിമാനം പാക് സൈന്യം വെടിവെച്ചിടുകയായിരുന്നു. ടാറ്റ കെമിക്കൽസിന്റെ വിമാനമായിരുന്നു അവർ ഉപയോഗിച്ചത്. കച്ച് അതിർത്തിക്ക് സമീപത്ത് വെച്ച് മിത്താപുരിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ വിമാനത്തിന് വെടിയേൽക്കുന്നത്. അപകടത്തിൽ മേത്തയോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും 3 സ്റ്റാഫും ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു പത്രപ്രവർത്തകനും അന്ന് ആ ആക്രമണത്തിൽ മരണപ്പെടുകയുണ്ടായി. ബൽവന്ത് റായ് മേത്ത. ഇനി അടുത്തത് YS രാജശേഖര റെഡ്ഡിയാണ്. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് YS രാജശേഖര റെഡ്ഡി. ഒരു ആകാശ ദുരന്തം ഇന്ത്യക്കു നൽകിയ വലിയ നഷ്ടങ്ങളിലൊന്നാണ് YSRന്റെ മരണം എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി YSRന്റെ മരണം. 2009 സെപ്റ്റംബർ മാസം 2 ബെൽ 430 എന്ന ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുകയായിരുന്നു YSR. നല്ലമല എന്ന് പറയുന്ന ഒരു വനമേഖലയിലൂടെ അദ്ദേഹവും സംഘവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹെലികോപ്റ്റർ കടന്നു പോയപ്പോൾ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ഹെലികോപ്റ്ററിന്റെ ബന്ധം നഷ്ടപ്പെട്ടു. പിന്നീട് ഈ വിമാനത്തിന് വേണ്ടി തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ തിരച്ചിലിനൊടുവിലാണ് തകർന്ന നിലയിൽ ഈ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അത് ഈ നമ്മളെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് ഒരു ഞെട്ടിച്ച ഒരു അപകടമൊക്കെയായിരുന്നു YSRന്റെ മരണവും ആ ഹെലികോപ്റ്റർ ദുരന്തവുമൊക്കെ. ഇനി അടുത്തത് നമുക്കറിയാവുന്ന പോലെ സഞ്ജയ് ഗാന്ധിയാണ്. ഒരിക്കലും മറക്കാത്ത ഒരു പേരും മുഖവും ആ ദുരന്തവും ഒക്കെയാണ് സഞ്ജയ് ഗാന്ധിയുടെ. ഒരുപാട് ദുരൂഹതകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അപകടമായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ ഈ വിമാന ദുരന്തം. കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധി മരിക്കുന്നതും ഒരു വിമാന അപകടത്തിലാണ്. 1980 ജൂൺ മാസം 23 സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടത്. വിമാനം അപകടം നടക്കുന്നത് സഫർദർജംഗ് എയർപോർട്ടിലുള്ള ഫ്ലൈയിങ് ക്ലബിൽ വെച്ചായിരുന്നു ഈ അപകടം. പിറ്റ്സ് S2A2 എന്ന വിമാനം സഞ്ജയ് ഗാന്ധി ആയിരുന്നു പറത്തിയിരുന്നത്. ഫ്ലൈയിങ് ക്ലബിലെ സാഹസിക പറക്കലിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഈ അപകടത്തിൽ ദുരൂഹത സംശയിച്ച് നിരവധി റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ ചില ദുരൂഹതകളൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. ഇനി അടുത്തത് ഈ മലയാളി പ്രേക്ഷകരുടെയും ഒക്കെയും, തെന്നിന്ത്യൻ സുന്ദരിയും മലയാളി പ്രേക്ഷകരുടെയും ഒക്കെയും താരമായിരുന്നു സൗന്ദര്യയുടെ മരണവും ഇങ്ങനെ ഒരു വിമാന അപകടത്തിലൂടെയായിരുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങിയ ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടി സൗന്ദര്യയെ നഷ്ടപ്പെടുന്നത് നമുക്കൊരു ആകാശ ദുരന്തത്തിലൂടെയാണ്. ആ ദുരന്തം ഉണ്ടാകുന്നത് 2004 ഏപ്രിൽ മാസം 17 അന്ന് സൗന്ദര്യ BJPയുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ബംഗളൂരുവിനടുത്ത് ജക്കൂരിൽ വെച്ച് നടി സഞ്ചരിച്ച അഗ്നി ഏവിയേഷന്റെ ഒരു ചെറുവിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജക്കൂരിലെ കാർഷിക സർവകലാശാലയുടെ കൃഷി വികാസ് കേന്ദ്രം ക്യാമ്പസിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു. അങ്ങനെയാണ് നമുക്ക് താരത്തെ നഷ്ടപ്പെട്ടതും 2004 ഏപ്രിൽ മാസം 17. ഇനി മറ്റൊരു നടി
മറ്റൊരു സൂപ്പർ താരത്തെയും നമുക്ക് നഷ്ടപ്പെട്ടത് ഈ വിമാന അപകടത്തിലാണ്. അത് നമുക്ക് ഈ അറിയുന്ന പോലെ റാണി ചന്ദ്ര, തെന്നിന്ത്യൻ സൂപ്പർ താരം റാണി ചന്ദ്ര, അവരുടെ കരിയറിൽ തന്നെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വിമാന ദുരന്തത്തിൽ അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. 1976 ഒക്ടോബർ മാസം 12-നാണ് ആ ദുരന്തം ഉണ്ടാകുന്നത്. അന്ന് 27 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റാണി ചന്ദ്രയ്ക്ക്. ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ മുംബൈയിൽ നിന്ന് മദ്രാസിലേക്ക് പോകുമ്പോഴായിരുന്നു ആ അപകടം സംഭവിച്ചത്. ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട ഒരു വലിയ ദുരന്തമായിരുന്നു സംയുക്ത സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്തിന്റെ മരണം. ആ സംഭവം ഉണ്ടാകുന്നത്, അതായത് രാജ്യം മരവിച്ച ആകാശ ദുരന്തമായിരുന്നു സൈനിക മേധാവിയായ ബിപിൻ റാവത്തിൻ്റെത് എന്ന് പറയാം. ആ ദുരന്തം ഉണ്ടാകുന്നത് 2021 ഡിസംബർ മാസം 8-നാണ് ആ വിമാന ദുരന്തം ഉണ്ടാകുന്നത്. ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യ മധുലികയും ഉൾപ്പെടെയുള്ളവർ അന്ന് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ കൂനൂരിലെ മലനിരകൾക്ക് മുകളിൽ വെച്ചാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത്. 11 പേരാണ് അന്ന് ആ അപകടത്തിൽ മരണപ്പെട്ടത്. ഈ രാജ്യത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വിമാന അപകടങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ മരണം. അടുത്തത് മാധവ് റാവു സിന്ധ്യയാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസിന്റെ നേതാവും മുൻ റെയിൽവേ മന്ത്രിയുമൊക്കെയായിരുന്നു മാധവ് റാവു സിന്ധ്യ. 9 വട്ടം ലോക്സഭയിലേക്ക് അദ്ദേഹം അംഗമായിട്ടുണ്ട്. 2001-ലാണ് വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മെയിൻപൂരി ജില്ലയിലെ ഭോഗാവ് തഹസിൽ മോട്ട ഗ്രാമത്തിനടുത്തുള്ള വയലിലേക്ക് മാധവ് റാവു സിന്ധ്യ യാത്ര ചെയ്തിരുന്ന വിമാനം തകർന്നു വീഴുകയായിരുന്നു. 4 മാധ്യമ പ്രവർത്തകരും അതേപോലെ തന്നെ സിന്ധ്യയും അടക്കം 8 പേരാണ് അന്നത്തെ അപകടത്തിൽ മരിച്ചത്. 10 സീറ്റുകളുള്ള ഇവർ സഞ്ചരിച്ച വിമാനം കനത്ത മഴയും അതേപോലെ മോശം കാലാവസ്ഥയും മൂലം തകർന്ന് വീഴുകയായിരുന്നു. ഒരു നെൽവയലിലേക്കാണ് അന്ന് ആ വിമാനം തകർന്നു വീണത്. അടുത്തത് GMC ബാലയോഗിയാണ്. ലോക്സഭാ സ്പീക്കറും അതേപോലെ തന്നെ തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവുമായിരുന്നു GMC ബാലയോഗി. 2002 മാർച്ച് മാസം 3-നാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആന്ധ്രാപ്രദേശിൽ വെച്ച് ഹെലികോപ്റ്റർ തകർന്നാണ് അദ്ദേഹം മരിക്കുന്നത്. പശ്ചിമ ഗോദാവരി ജില്ലയിലെ ഭീമാവാരത്തിൽ നിന്ന് ബാലയോഗി സഞ്ചരിച്ച സ്വകാര്യ ഹെലികോപ്റ്റർ കൃഷ്ണ ജില്ലയിലെ കൈകലൂരിനടുത്തുള്ള ഒരു മത്സ്യക്കുളത്തിൽ തകർന്നു വീഴുകയായിരുന്നു. ലോക്സഭാ സ്പീക്കർ ആയിരിക്കെയായിരുന്നു ഈ അപകടമുണ്ടായത്. അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KS രാജുവും ഈ ഹെലികോപ്റ്ററിന്റെ പൈലറ്റുമൊക്കെ അന്ന് ഈ അപകടത്തിൽ മരിച്ചിരുന്നു. GMC ബാലയോഗിയുടെ മരണം അങ്ങനെയായിരുന്നു. അടുത്തത് ധോർജി ഖണ്ഡു ആണ്. ധോർജി ഖണ്ഡുവിനെ പ്രേക്ഷകർക്കൊക്കെയും അറിയാം. ഈ കോൺഗ്രസ് നേതാവും അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ധോർജി ഖണ്ഡു. അന്ന് അപകടം ഉണ്ടാകുന്നത് 2011 ഏപ്രിൽ മാസത്തിലാണ് ആ അപകടം, ഹെലികോപ്റ്റർ ദുരന്തം ഉണ്ടാകുന്നത്. ഖണ്ഡുവും മറ്റ് 4 പേരും സഞ്ചരിച്ചിരുന്ന പവൻ ഹാൻസ് ഹെലികോപ്റ്റർ തവാങ്ങിൽ നിന്നും ഇറ്റാനഗറിലേക്കുള്ള യാത്ര മധ്യേ കാണാതാവുകയായിരുന്നു. പിന്നീട് 5 ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിലൊക്കെ നടക്കുന്നു. ആ തിരച്ചിലിനൊടുവിൽ 2011 മെയ് മാസം 4-ന് അരുണാചൽ പ്രദേശ് ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നും ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നു. പിന്നീട് മെയ് 5-ന് ഖണ്ഡുവിൻ്റേതടക്കമുള്ള യാത്രികരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിലെ അരുണാചലിന്റെ മുഖ്യമന്ത്രിയും BJP നേതാവുമായ പേമ ഖണ്ഡുവിന്റെ പിതാവ് കൂടിയാണ് ധോർജി ഖണ്ഡു. ഡോക്ടർ ഹോമി ജെ ഭാഭ ഇന്ത്യൻ ആണവ പദ്ധതികളുടെ പിതാവാണ് ഹോമി ജെ ഭാഭ. അദ്ദേഹത്തിന്റെ മരണവും അദ്ദേഹത്തെ നമുക്ക് രാജ്യത്തിന് നഷ്ടമാകുന്നതും ഇതുപോലൊരു ആകാശ ദുരന്തത്തിലാണ്. ആ ആകാശ ദുരന്തം ഉണ്ടാകുന്നത് 1966 ജനുവരി മാസം 24-നാണ്. അന്നൊരു വിമാന അപകടത്തിലാണ് നമ്മളെ നഷ്ടപ്പെടുന്നത്. ആൽപ്സ് പർവ്വത നിരകൾക്ക് സമീപം മോണ്ട് ബ്ലാങ്കിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന എയർ ഇന്ത്യ 101 വിമാനം തകർന്നു വീഴുകയായിരുന്നു. കാഞ്ചൻജംഗ എന്ന് പേരിട്ടിരുന്ന ബോയിങ് 707 ആ വിമാനം മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടത്തിൽ പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 117 യാത്രക്കാരും അന്ന് കൊല്ലപ്പെട്ടു. ഈ അപകടത്തിൽ ദുരൂഹത സംശയിച്ച് നിരവധി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. മറ്റൊന്ന് തരുണി സച്ദേവാണ്. നമ്മളൊക്കെയും സങ്കടപ്പെടുത്തി ഏറെ വേദനിപ്പിച്ച ഒരു മരണം കൂടിയായിരുന്നു തരുണി സച്ദേവിൻ്റെ. എല്ലാവർക്കും അറിയാം ഈ കുഞ്ഞിനെ. തരുണി വെള്ളി നക്ഷത്രം എന്ന അരങ്ങേറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെയൊക്കെ മനസ്സ് കീഴടക്കിയ ബാലതാരമായിരുന്നു തരുണി സച്ദേവ്. കുഞ്ഞിൻ്റെ ജീവൻ പൊലിയുന്നതും ഇതുപോലൊരു വിമാന അപകടത്തിലാണ്. 2012-ലാണ് ഈ വിമാന അപകടം ഉണ്ടാകുന്നത്. നേപ്പാളിലെ ജോസം വിമാനത്താവളത്തിന് സമീപം അഗ്നി എയറിൻ്റെ ഡോണിയർ 228 വിമാനം തകർന്നു വീണാണ് തരുണി മരണപ്പെടുന്നതും. തരുണിയുടെ പിറന്നാൾ ദിവസമായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. അപകടത്തിൽ കുട്ടിയുടെ അമ്മയും മരിച്ചു. അപ്പം ഇങ്ങനെ വിമാന ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഇന്ത്യയിലെ വിമാന അപകടങ്ങൾ ലോകത്തെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലല്ല. പക്ഷേ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തോടു കൂടി സുരക്ഷാ റേറ്റിംഗിൽ ചെറിയൊരു കുറവ് നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. നോക്കൂ, അന്താരാഷ്ട്ര ഒരു താരതമ്യം നമ്മൾ പരിശോധിച്ചാൽ ആഗോളതലത്തിൽ വിമാന അപകടങ്ങളുടെ നിരക്ക് എന്ന് പറയുന്നത് 1.13
പെർ മില്യൺ ഫ്ലൈറ്റ്സ് ആണ്. അതായത് നമ്മളൊരു 10 ലക്ഷം സർവീസുകളിൽ 1 ഈ നിലയിലാണ് വരുന്നത്. ഇന്ത്യയിലെ സർവീസുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതിനനുസരിച്ച് ചെറിയ അപകടങ്ങളും സാങ്കേതിക തകരാറുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആഗോള ശരാശരിയേക്കാൾ ഇതൊന്നും വലിയ മുകളിലല്ല എന്നാണ് അന്താരാഷ്ട്ര താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. ഇപ്പൊ സമീപകാലത്തെ പ്രധാനപ്പെട്ട അപകടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 2025 അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് A1171 അപകടം ഇന്ത്യയിലെ വ്യോമയാന മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നും തന്നെയില്ല. ഇത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 2020 കരിപ്പൂർ അപകടം, അതും 2010 മംഗലാപുരം അപകടവും ഇതിന് മുൻപുണ്ടായ വലിയ ആഘാതങ്ങളായി നിലനിൽക്കുന്നുണ്ട്. സുരക്ഷാ റാങ്കിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അന്താരാഷ്ട്ര ഏജൻസിയായ airline.com നൽകുന്ന 2025 കണക്കുകൾ പ്രകാരം ഈ വിവിധ എയർലൈനുകളിൽ ഇന്ത്യയിലെ തന്നെ വിവിധ എയർലൈനുകളുടെ സുരക്ഷാ നിലവാരം ഇതാണ്. നോക്കൂ, സ്പൈസ് ജെറ്റ് 7/7 7 സ്റ്റാറും നേടി ഏറ്റവും ഉയർന്ന സുരക്ഷാ റാങ്കിങ്ങിലുള്ള വിമാനമാണ് നിലവിൽ സ്പൈസ് ജെറ്റ് എന്ന് പറയുന്നത്. തൊട്ടു താഴെയുള്ളത് ഇൻഡിഗോയാണ്. ഇൻഡിഗോയ്ക്ക് 6 സ്റ്റാർ ഉണ്ട്. ഇൻഡിഗോ ലോകത്തെ മികച്ച 25 ലോ കോസ്റ്റ് എയർലൈനുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഒരു എയർലൈൻ കൂടിയാണ് ഇൻഡിഗോ. അടുത്തത് എയർ ഇന്ത്യ ആണ്. എയർ ഇന്ത്യക്ക് 7ൽ 4 സ്റ്റാർ ഉള്ളത്. സമീപകാലത്തെ അപകടങ്ങളൊക്കെ കാരണം എയർ ഇന്ത്യയുടെ റേറ്റിംഗ് നന്നേ കുറഞ്ഞിരുന്നു. പിന്നെ ഉള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന് 7ൽ 2 സ്റ്റാർ ആണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത്. അപ്പോൾ ഈ അപകടങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ഇത് മൂന്നാണ്. ഇപ്പം റൺവേ തെന്നിമാറൽ, അതേപോലെ സാങ്കേതിക തകരാറുകൾ, കാലാവസ്ഥ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത്. ഇതിൽ ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന അപകടങ്ങളിൽ അല്ലെങ്കിൽ അപകട സാധ്യതയും പ്രധാനമായി കണ്ടുവരുന്നത് ഇപ്പം റൺവേ തന്നിമാറൽ നോക്കിയപ്പോൾ കരിപ്പൂർ, അതുപോലെ തന്നെ മംഗലാപുരം തുടങ്ങിയ ടേബിൾ ടോപ്പ് റൺവേകളിൽ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ റൺവേ തന്നിമാറൽ ഒരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ ഈ സാങ്കേതിക തകരാറുകൾ, അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന ഈ വിമാനങ്ങളുടെ കാലപ്പഴക്കം, വിമാനങ്ങളുടെ പഴക്കമൊക്കെ മൂലം എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില കമ്പനികളിലാണ് ഇത്തരം സാങ്കേതിക തകരാറുകൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നത്. കാലാവസ്ഥ നമുക്കറിയാലോ, കനത്ത മഴയും മഞ്ഞുവീഴ്ചയും ഒക്കെ ലാൻഡിംഗ് സമയത്ത് വലിയ വില്ലനാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപകട കാരണങ്ങളെന്ന് സിവിൽ ഏവിയേഷൻ വകുപ്പൊക്കെ അറിയിക്കുന്ന കാര്യം.